ഹായ് എവ്രി വൺ, വെൽക്കം ടു ഇറാ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറാ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മളെ ഡെസിമൽ ഫോംസ് എന്നുള്ള ചാപ്റ്ററിലെ 4th പാർട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഏതായിരുന്നു? അഡീഷണൽ സബ്ട്രാക്ഷൻ. അപ്പോൾ എങ്ങനെ രണ്ട് ഡെസിമൽ ഫോംസ് ആഡ് ചെയ്യാം, എങ്ങനെ രണ്ട് ഡെസിമൽ ഫോംസ് സബ്ട്രാക്ട് ചെയ്യാമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Sunita and Sunira divided a ribbon between them. Sunita got 4.85 meter and Sunira got 3.75 meter. What was the length of the original ribbon? അപ്പോൾ ഒരു റിബണെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സുനിതയ്ക്കും കൊടുത്തു, ഒന്ന് സുനീറയ്ക്കും കൊടുത്തു. അപ്പോൾ ഒരേ ലെങ്ത്തിലല്ല ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സുനിതയ്ക്ക് കിട്ടിയ റിബണിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് 4.85 മീറ്ററും സുനീറയ്ക്ക് കിട്ടിയ റിബണിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് 3.75 മീറ്ററുമാണ്. ചോദ്യം എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ചെയ്ത ഒറിജിനൽ റിബണിന്റെ ലെങ്ത് എത്രയാ, നീളം എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ടാക്കിയിട്ടല്ലേ ഡിവൈഡ് ചെയ്തിട്ടുള്ളേ. ഒന്ന് സുനിതിന്റെ കയ്യിലുണ്ട്, ബാക്കി സുനീറിന്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒറിജിനൽ റിബണിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ടു കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നോക്കുക, സുനിത റിബൺ ലെങ്ത് 4.85. തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. സുനിതാസ് റിബൺ ലെങ്ത് എന്ന് പറഞ്ഞത് 4.85 ആണ്. സുനീറിന്റെ റിബണിന്റെ ലെങ്ത് എന്ന് പറഞ്ഞത് 3.75 ആണ്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ റിബണിന്റെ ലെങ്ത് എത്രയാ? രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ സൈഡിൽ നോക്കാം, രണ്ട് ഡെസിമൽ ഫോംസ് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. 4.85 പ്ലസ് 3.75, 5 5 10 അല്ലേ. 0 എഴുതി, 1 ബാലൻസ് ഉള്ളത് റെഡ് കളറിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. നോക്കാം, 8 പ്ലസ് 7 15, 15 പ്ലസ് 1 16, സോ 6 എഴുതി, 1 ബാലൻസ് മേലെ എഴുതി. 4 പ്ലസ് 3 7, 7 പ്ലസ് 1 8. സോ ആൻസർ ഇസ് 8.60 മീറ്റർ. അപ്പോൾ റിബണിന്റെ ലെങ്ത് എത്രയാണ്? 8.60 മീറ്റർ ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The side of a triangle are of length 12.4 centimeter, 16.8 centimeter, 13.7 centimeter. What is the perimeter of a triangle? നിങ്ങൾക്ക് ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ നമുക്കറിയാം 3 സൈഡ്സ് ഉണ്ട്. അതിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് 12.4 സെന്റിമീറ്റർ, സെക്കൻഡ് സൈഡ് എന്ന് പറയുന്നത് 16.8 സെന്റിമീറ്റർ, തേർഡ് സൈഡ് എന്ന് പറയുന്നത് 13.7 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 3 സൈഡിന്റെയും ലെങ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചോദ്യം എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. അപ്പൊ എങ്ങനെയാ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക? നിങ്ങൾ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്, 2 × L + B. അപ്പൊ ഇക്വേഷൻ ഒന്നും ഇല്ലാതെ എങ്ങനെയാ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക? എല്ലാ സൈഡ്സ് കൂടി കൂട്ടുക. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റുള്ള അളവ് എന്നാണ്, ചുറ്റളവ് എന്നാണ് മലയാളത്തിൽ പറയാം. അപ്പൊ ചുറ്റുള്ള അളവ് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ നിങ്ങൾക്ക് 3 സൈഡും തന്നിട്ടുണ്ടെങ്കിൽ ആ 3 സൈഡ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ ട്രയാങ്കിളിന്റെ എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? 3 സൈഡ്സും എന്ത് ചെയ്യാൻ മതി? ആഡ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് 3 സൈഡ്സ് തന്നിട്ടുണ്ട്, 12.4, 16.8, 13.7. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. So when you are adding these three numbers, you will get 42.9 as the perimeter of the triangle. ചെക്ക് ചെയ്യുക, സൈഡിൽ ഞാൻ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ? തേർഡ് ക്വസ്റ്റ്യൻ: which number added to 16.254 gives 30? ഇപ്പൊ 16.254ന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നിങ്ങൾക്ക് 30 കിട്ടുക എന്നാണ് ചോദ്യം. നമ്പർ വിച്ച് നമ്പർ ആഡഡ് ടു 16.254 എന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതോ നമ്പറിനെ നമ്മൾ 16.254 വെച്ചിട്ട് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 30 കിട്ടും. ആ നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എഴുതുക. നമ്പർ ആഡഡ് ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, സോ പ്ലസ് എഴുതി. നമ്പർ പ്ലസ് 16.254, 16.254ന്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? 30 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏത് നമ്പർ ആഡ് ചെയ്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏത് നമ്പർ എങ്ങനെ ആഡ് ചെയ്യുക? ഈ 16.24നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുക. ഇത് പ്ലസ് ആണ്, അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൈനസ് ആയിരിക്കും വരിക. അപ്പോൾ ദ നമ്പർ ഇസ് 13 minus 16.254. When you are subtracting 30 from 16.254, you will get 13.754
6 is the answer. സൈഡിൽ നോക്കുക 30 ഉള്ളൂ അല്ലേ? അപ്പോൾ പോയിന്റ് ഒന്നുമില്ല, 30യിൽ എന്തില്ല, ഡെസിമൽ നമ്പർ ഒന്നുമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുമില്ലെങ്കിൽ ഒരു പോയിന്റ് ഇട്ടിട്ട് ബാക്കിയെല്ലാം സീറോസ് ഇട്ട് കൊടുക്കുക. സോ 30.000 മൈനസ് 16.254. ഇവിടെ പോയിന്റിന് ശേഷം 3 സീറോ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായേ? സെക്കൻഡ് നമ്പർ നോക്കുക. സെക്കൻഡ് നമ്പർ എന്താ, പോയിന്റിന് ശേഷം 16 പോയിന്റിന് ശേഷം 3 നമ്പർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 നമ്പർ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പോയിന്റിന് ശേഷം സീറോസ് ആഡ് ചെയ്യുക. ക്ലിയർ? 30.000 മൈനസ് 16.254. നോക്കുക, 0ന്ന് 4 കുറയ്ക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അപ്പുറത്തുനിന്ന് എന്ത് ചെയ്തു, കടമെടുത്തു. 10 മൈനസ് 4, 10ന് 4 കുറച്ച 6. അപ്പുറത്ത് കട എടുത്തുകൊണ്ട് എന്തായി, ഈ 0 മാറി ഇവിടെ 9 ആയിപ്പോയി അല്ലേ? 9 മൈനസ് 5, 9ന് 5 കുറച്ച 4. അടുത്ത 0 മാറി എന്തായി, 9 ആയി. 9ന് 2 കുറച്ച 7. 9 മൈനസ് 6 3 മൈനസ് 1 3 അല്ല, അവിടെ 2 ആവുക അല്ലേ? കടം എടുത്തുകൊണ്ട് മൊത്തം ഷിഫ്റ്റ് ചെയ്യും അല്ലേ? മൊത്തം നിങ്ങൾ എന്ത് ചെയ്യും, മാറും. അപ്പൊ 2ന്ന് 1 കുറച്ച 1. സോ ആൻസർ ഇസ് 13.764. സബ്ട്രാക്ട് ചെയ്യാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡെസിമൽ നമ്പർ ആണെങ്കിൽ ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ച മാതിരി തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, എങ്ങനെ രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പോയിന്റ് വരികയാണെങ്കിൽ ആ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി, അല്ലാതെ പോയിന്റ് ഒന്ന് വിചാരിച്ചിട്ട് അന്തം ഇട്ടിട്ടിരിക്കൊന്നും വേണ്ട. ഈ 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A sack has 48.75 kilogram of rice in it. From this, 16.5 kilo was given to Venu and 12.48 kilo to Thomas. How much rice is now in the sack? Question എന്താ? ഒരു സാക്ക് എന്ന് വെച്ചാൽ ചാക്ക്. ഒരു ചാക്കില് 48.75 കിലോ 48.75 കിലോ എന്തുണ്ട്, അരിയുണ്ട്. അതിൽ നിന്ന് 16.5 കിലോ ആർക്ക് കൊടുത്തു, വേണുവിന് കൊടുത്തു. 12.48 കിലോ ആർക്ക് കൊടുത്തു, തോമസിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ചാക്കിൽ എത്ര അരിയുണ്ട് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഒരു ചാക്കില് മൊത്തം 48.75 കിലോ അരിയുണ്ട്. അതിൽ നിന്ന് ആർക്ക് കൊടുത്തിട്ടുണ്ട്, വേണുവിനും കൊടുത്തിട്ടുണ്ട്, തോമസിനും കൊടുത്തിട്ടുണ്ട്. വേണുവിന് അരി കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 16.5 കിലോ ആണ്. വരാസ് തോമസിന് കൊടുത്ത അരിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 12.48 കിലോ ആണ്. ചോദ്യം, ഇപ്പോ ചാക്കിൽ എത്ര അരിയുണ്ട്? വേണുവിനും കൊടുത്തു, തോമസിനും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി എത്ര എമൗണ്ട് ചാക്കിലുണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ? കുറയ്ക്കല്ലേ ചെയ്യണ്ടേ? മൊത്തം 48 കിലോ നിന്ന് 16 കിലോ, ഞാൻ ഷോർട്ട് ആയിട്ടാട്ടോ പറയുന്നത്, 48 കിലോ അരിയിൽ നിന്ന് 16 കിലോ വേണുവിന് കൊടുത്തു, 12 കിലോ തോമസിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ ദി എമൗണ്ട് ഓഫ് എ റൈസ് ഇൻ ദ സാക്ക് നൗ, ഇപ്പോ ചാക്കിലുള്ള അരിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 48.75 മൈനസ് 16.5 മൈനസ് 12.48. ഇത് മൂന്നും കൂടി എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. നോക്കുക, മൂന്നും കൂടി സബ്ട്രാക്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുക. സൈഡിൽ കാണിച്ചിട്ടുണ്ട് 48.75 നിന്ന് 16.5 ആണ് കുറയ്ക്കേണ്ടത്. ഇവിടെ പോയിന്റിന് ശേഷം ഇവിടെ മേലെ രണ്ട് നമ്പർ ഉണ്ടായതുകൊണ്ട് താഴെ എന്തിട്ട് കൊടുക്കണം, 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ 48.75 മൈനസ് 16.50. 5ന്ന് 0 കുറച്ചാൽ 5 തന്നെയാണ്. 7ന്ന് 5 കുറച്ചാൽ 2, 8ന്ന് 6 കുറച്ചാൽ 2, 4ന്ന് 1 കുറച്ചാൽ 3. സോ 38.25. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. കാരണം വേറൊരു നമ്പർ 12.48 കൂടി നമുക്ക് കുറയ്ക്കാനുണ്ട്. അപ്പൊ അപ്പുറത്ത് എന്ത് ചെയ്യുക, വീണ്ടും ആ നമ്പറിൽ നിന്ന് 12.48 സബ്ട്രാക്ട് ചെയ്യാം. ഇനി ഒന്നും വയ്യെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ 16.5ഉം 12.48ഉം വേണുവിനും തോമസിനും കൊടുത്ത എമൗണ്ടാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഒന്നെങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് 48.75 എന്ന് കുറച്ചാൽ മതി. അപ്പൊ ആദ്യം ആഡ് ചെയ്യണം, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ എന്താ ചെയ്യണ്ടേ, രണ്ടും വ്യത്യസ്ത നമ്പർ എന്ത് ചെയ്യുക, കിട്ടിയ എമൗണ്ടിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഏത് മെത്തേഡ് വേണമെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ.
ഇവിടെ നോക്കുക, അപ്പോൾ ഞാൻ 32.25 നിന്ന് 12.48 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞത് 19.77. ആൻസർ എത്രയാ? 19.77. ഇപ്പോൾ 19 കിലോ 19.77 കിലോ അരി ഇപ്പോൾ എന്തിലുണ്ട്? ചാക്കിലുണ്ട്. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From a 10-meter road, an 8.05 centimeter piece is cut off. What is the length of the remaining piece? ഒരു മെറ്റൽ റോഡ് ഉണ്ട്, ഒരു ഇരുമ്പും കഷ്ണമുണ്ട്, 10.5 മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പും കഷ്ണമുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? 8.05 സെന്റിമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. സോറി, സെന്റിമീറ്റർ അല്ലാതെ മീറ്റർ ആണ് കേട്ടോ. സെന്റിമീറ്റർ അല്ല മീറ്റർ ആണ്. അവിടെ മാറ്റി ക്വസ്റ്റ്യനിൽ മാറ്റി കൊടുക്കുക കേട്ടോ. സെന്റിമീറ്റർ അല്ല മീറ്റർ ആണ്. 10.5 മീറ്ററും 8.05 മീറ്ററുമാണ്. അപ്പോൾ 8.05 മീറ്റർ അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പീസിന്റെ നീളം എത്രയാണ്? എങ്ങനെയാ ചെയ്യുക? മൊത്തം ഒരു റോഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞത് 10.5 ആണ്. അതിൽ നിന്ന് 8.05 എന്ത് ചെയ്തിട്ടുണ്ട്? സബ്ട്രാക്ട് ഇത് കുറച്ചിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യാം? സബ്ട്രാക്ട് ചെയ്താൽ മതി. 10.5 മൈനസ് 8.05. ആൻസർ ഇസ് 2.45. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പോൾ 8.05 ഞാൻ പറഞ്ഞു സെന്റിമീറ്റർ അല്ല മീറ്റർ ആണെന്ന് പറഞ്ഞു. ഇനി മറിച്ച് നിങ്ങൾക്ക് സെന്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ജസ്റ്റ് ഒന്നെങ്കിൽ കൺവേർട്ട് ചെയ്യണം. ഒന്നെങ്കിൽ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതൊക്കെ നിങ്ങളെ ചോയ്സ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെന്റിമീറ്റർ അല്ല മീറ്റർ ആണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചെയ്ത ഉത്തരം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇപ്പോൾ 10.5 മീറ്റർ ആണ്, മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? 8.05 എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. അല്ലാതെ 1 മീറ്ററിലും 1 സെന്റിമീറ്ററിലുമായിട്ട് സബ്ട്രാക്ട് ചെയ്യരുത്. സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങളെ ആൻസർ തെറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഒരു നമ്പർ മീറ്ററിലും ഒരു നമ്പർ സെന്റിമീറ്ററിലും ആണെങ്കിൽ യു ഷുഡ് ഹാവ് ടു കൺവേർട്ട് ദ മീറ്റർ ഇൻടു സെന്റിമീറ്റർ ഓർ എൽസ് സെന്റിമീറ്റർ ഇൻടു മീറ്റർ. ക്ലിയർ? ഇവിടെ നോക്കുക, ഞാൻ പറഞ്ഞു 8.05 സെന്റിമീറ്റർ അല്ല മീറ്റർ ആണ്. സോ കട്ട് ഇറ്റ് ഓഫ് സെന്റിമീറ്റർ. സെന്റിന്ന് കട്ട് ചെയ്യുക കേട്ടോ. എന്നാലേ മാത്രമേ ആൻസർ നിങ്ങൾ ശരിയാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Susan bought a bangle weighing 7.4 gram and a necklace weighing 10.8 gram. She bought a ring also, and the total weight of all three is 20 gram. What is the weight of the ring? സൂസൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വള മേടിച്ചിട്ടുണ്ട്. വളയുടെ വെയിറ്റ് എന്ന് പറഞ്ഞത് 7.4 ഗ്രാം ആണ്. നെക്ലസ് മേടിച്ചിട്ടുണ്ട്. നെക്ലസിന്റെ ഗ്രാം എന്ന് പറഞ്ഞത് വെയിറ്റ് എന്ന് പറഞ്ഞത് 10.8 ഗ്രാം ആണ്. അതുമല്ല, അവൾ എന്തും കൂടി മേടിച്ചിട്ടുണ്ട്? ഒരു റിംഗ് കൂടി മേടിച്ചിട്ടുണ്ട്, മോതിരം കൂടി മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ മൂന്നിൻ്റെയും ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞത് 20 ഗ്രാമാണ്. മൊത്തം വെയിറ്റ് എന്ന് പറഞ്ഞത് എന്തൊക്കെയാ? നെക്ലസിന്റെയും ബാങ്കിളിന്റെയും വളയുടെയും നെക്ലസിന്റെയും റിങ്ങിന്റെയും എല്ലാതും കൂടിയും ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞത് 20 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ റിങ്ങിന്റെ വെയിറ്റ് എത്ര? നിങ്ങൾക്ക് ബാങ്കിളിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, നെക്ലസിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. ചോദ്യം റിങ്ങിന്റെ വെയിറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. ബാങ്കിളിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് അല്ലേ? സോ വെയിറ്റ് ഓഫ് ബാങ്കിൾ 7.4 ഗ്രാം. നെക്ലസിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് നെക്ലസ് 10.8 ഗ്രാം. എല്ലാ തന്നെ ബാങ്കിളിന്റെയും നെക്ലസിന്റെയും റിങ്ങിന്റെയും എല്ലാതും കൂടെയും ടോട്ടൽ വെയിറ്റ് തന്നിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? 20. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് റിങ്ങിന്റെ മാത്രം വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ വെയിറ്റിൽ നിന്ന് ബാങ്കിളിന്റെ വെയിറ്റും അതേപോലെ നെക്ലസിന്റെ വെയിറ്റും എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞത് 20 ആണ്. ബാങ്കിളിന്റെ വെയിറ്റ് 7.4, നെക്ലസിന്റെ വെയിറ്റ് 10.8. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്താൽ മതി? 20 നിന്ന് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റിങ്ങിന്റെ വെയിറ്റ് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ആദ്യം എന്ത് ചെയ്യുക? 20 നിന്ന് 7.4 കുറയ്ക്കുക. കിട്ടിയ ആൻസർ എന്താണോ അതിൽ നിന്ന് വേണം 10.8 കുറയ്ക്കാൻ. ആൻസർ എന്ത് കിട്ടും? 1.8 ഗ്രാം.
ഇനി നിങ്ങൾ ആൻസർ ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഇത് മൂന്നും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. മൂന്നും കൂടി ആഡ് ചെയ്തുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എത്ര കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്? 20 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 20 കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്താ? ശരിയാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈസൽ traveled 3.75 kilometer on bicycle, 12.5 kilometer in a bus, and remaining distance on a foot. He traveled 17 kilometer in all. What distance did he walk? ഫൈസൽ എന്ത് ചെയ്തിട്ടുണ്ട്? സൈക്കിളിൽ 3.75 കിലോമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? സൈക്കിളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ബസ്സിൽ എത്രയാ? 12.5 കിലോമീറ്ററും ബസ്സിലും യാത്ര ചെയ്തിട്ടുണ്ട്. ബാക്കി എന്താ ചെയ്തിട്ടുള്ളത്? നടക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ? മൊത്തം അവൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ് വന്നത് എത്രയാ? 17 കിലോമീറ്റർ ആണ്. ഡിസ്റ്റൻസ് വന്നത് 17 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അവൻ എത്ര ഡിസ്റ്റൻസ് വാക്ക് ചെയ്തു, നടന്നു എന്നാണ് ചോദ്യം. നോക്കുക, ദ ടോട്ടൽ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 17 അല്ലെ? ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഫൈസൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 17 കിലോമീറ്റർ ആണ്. So write total distance Faisal travel is 17 kilometer. ഇനി സൈക്കിളിൽ അവൻ എത്ര ദൂരാ ട്രാവൽ ചെയ്തിട്ടുള്ളത്? 3.75 കിലോമീറ്റർ. ബസ്സിൽ അവൻ ട്രാവൽ ചെയ്ത എത്രയാ? 12.5 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ അവൻ എത്ര ദൂരം നടന്നു എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? സൈക്കിളിൽ യാത്ര ചെയ്തതും അതേപോലെ ബസ്സിൽ യാത്ര ചെയ്ത കിലോമീറ്റർ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ പോരെ? കണ്ടുപിടിക്കുക. 17 മൈനസ് 3.75 മൈനസ് 12.5. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 0.75 കിലോമീറ്റർ. ക്ലിയർഡ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടിയും പറഞ്ഞുതരാം. ഫൈസൽ മൊത്തം 17 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. അതിൽ സൈക്കിളിൽ പോയത് 3 കിലോമീറ്ററും 75 മീറ്ററും. 3.75 കിലോമീറ്റർ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? സൈക്കിളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. 12.5 കിലോമീറ്റർ അവൻ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ബാക്കി അവൻ നടക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ നടന്ന ദൂരം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മൊത്തം ഡിസ്റ്റൻസിൽ നിന്ന്, മൊത്തം കിലോമീറ്ററിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? സൈക്കിളിൽ യാത്ര ചെയ്തതും അതേപോലെ ബസ്സിൽ യാത്ര ചെയ്ത ഡിസ്റ്റൻസും എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ചെയ്യേണ്ടത് എന്താ? തന്നിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അപ്പം അതൊന്ന് വെച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ക്ലിയർ ആയിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് കേട്ടോ. ചെറിയ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. 7 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടും ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പൊ ചെയ്ത് കാണിക്കുക. നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്ത് കാണിക്കണം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മഹാദേവൻസ് ഹോം is 4 kilometers from the school. He travels 2.75 kilometers of this distance in a bus and the remaining on a foot. What distance does he walk? ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ തന്നെയാണ്. മഹാദേവന്റെ വീട് എന്ന് പറഞ്ഞത് സ്കൂളിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 4 കിലോമീറ്റർ ഉണ്ട്. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? 2.75 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്തു. ബാക്കി അവൻ നടക്കും ചെയ്തിട്ടുണ്ട്. എങ്കിൽ അവൻ നടന്ന ഡിസ്റ്റൻസിന്റെ എത്രയാണ് എന്നാണ് ചോദ്യം. അവൻ എത്ര ഡിസ്റ്റൻസ് നടന്നു എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആയിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് മഹാദേവന്റെ സ്കൂൾ എന്ന് പറഞ്ഞത്, സ്കൂളിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് മഹാദേവന്റെ വീട്. അതിൽ അവൻ 2.75 കിലോഗ്രാം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ബാക്കി അവൻ നടന്നിട്ടുണ്ട്. എങ്കിൽ നടന്ന ദൂരം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പം അത് ചെയ്ത് കാണിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, when 12.45 added to a number and then 8.75 subtracted, the result was 7.34. What is the original number? അപ്പോൾ ഒരു നമ്പറിൻ്റെ കൂടെ എന്ത് ചെയ്തു? ആദ്യം 12.45 ആഡ് ചെയ്തു. അതിൽ നിന്ന് എത്ര കുറച്ചിട്ടുണ്ട്? 8.75 കുറച്ചിട്ടുണ്ട്. കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 7.34, 7.34 ആണ്.
അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ നമ്പർ എത്രയാണ്? അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായി നോട്ട് ചെയ്യാം. ആഡ് എന്നുള്ളടത്ത് പ്ലസ് ഇട്ട് കൊടുക്കുക, സബ്ട്രാക്ട് എന്നുള്ളടത്ത് മൈനസ് ഇട്ട് കൊടുക്കുക, കിട്ടിയ റിസൾട്ട് ഈക്വൽ ടു ആയിട്ട് എഴുതുക. എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഇത്രയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ചെയ്തിട്ട് കാണിക്കുക. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആരും ഡൗട്ട് ഒന്നും ചോദിക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ഹോംവർക്ക് ഒക്കെ 2 ക്വസ്റ്റ്യനും ഹോംവർക്ക് ചെയ്ത് കാണിക്കുക കേട്ടോ. താങ്ക് യു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുകയും ചെയ്യാം. താങ്ക് യു.